ഗവർണർ പങ്കെടുക്കാനെത്തിയ സെനറ്റ് ഹാളിന്റെ വാതിൽ ചവിട്ടി തുറക്കാനായി SFIക്കാർ നടത്തിയ പ്രതിഷേധം അത് അതിരുവിട്ടു പോയി എന്ന് പലരും പരാമർശിച്ച ഒരു വിഷയം തന്നെയാണ്. ഇതിന് പിന്നാലെ ലഭിക്കുന്ന ഒരു വാർത്തയാണ് SFIക്ക് മൂക്ക് കയറിടാനായി CPM തന്നെ നേരിട്ടിറങ്ങുന്നു. ഇല്ല എങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. ഇത്രയും ദിവസത്തിനിടയിൽ SFI നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, തലസ്ഥാന നഗരത്തിൽ നിരവധി തവണ നടത്തിയിരിക്കുന്ന അക്രമങ്ങൾ, ഇതൊക്കെ തന്നെ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്നു. CPMന് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് അതുകൊണ്ട് പിരിച്ചുവിടാനുള്ളൊരു നിർദ്ദേശമാണ്, ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. SFI സംസ്ഥാന കമ്മിറ്റിക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFI പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിരന്തരം വാർത്തയായി മാറുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് എപ്പോഴും SFI പ്രവർത്തകരുടെ പേരിൽ വാർത്തകൾ ഇടം നേടുന്നു. എന്തിനേറെ പറയുന്നു, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും പരാമർശമുണ്ടായിരിക്കുന്നു. കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി ശക്തമായ നടപടി ഇതിനു പിന്നാലെ സ്വീകരിക്കാനൊരുങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ഗവർണർക്ക് നേരെയുണ്ടായ സംഘർഷ ശ്രമം, പ്രതിഷേധ ശ്രമം ഒക്കെ തന്നെ ഇതിന് ആധാരമാണ്. ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു വിഷയമെന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരനായ ബിരുദ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്യാൻ SFI യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ബന്ദിയാക്കി മർദ്ദിക്കാൻ SFI പ്രവർത്തകർ നടത്തിയ ശ്രമം അത് പുറത്തു വന്നിരുന്നു. മുഹമ്മദ് അനസ് എന്ന ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയാണ് ഭിന്നശേഷി ദിനത്തിന് തൊട്ടടുത്തായി തന്നെ ഇങ്ങനെയൊരു അതിക്രൂര ആക്രമണത്തിന് വിധേയനാക്കിയത്. ഈ സംഭവത്തിൽ SFIക്കെതിരായിട്ടുള്ള പരാതി CPM നേതൃത്വത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അതോടെ കർശന നടപടിയിലേക്ക് പാർട്ടി ഒടുവിൽ കടക്കുകയാണ്. SFI സംസ്ഥാന നേതൃത്വം ഇതേ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ നടപടി അംഗീകരിച്ചേ മതിയാകൂ, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം 4ഓളം SFI നേതാക്കളെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. SFI യൂണിറ്റ് സെക്രട്ടറിയും MSc സുവോളജി 2ാം വർഷ വിദ്യാർത്ഥിയുമായ വിധുദയ, SFI പ്രസിഡന്റും അതുപോലെ തന്നെ 3ാം വർഷ ഫിലോസഫി വിദ്യാർത്ഥിയുമായിട്ടുള്ള അമൽചന്ദ്, 3ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥി മിഥുൻ, 3ാം വർഷ ബോട്ടണി വിദ്യാർത്ഥി അലൻ ജമാൽ എന്നിവരെയാണ് കോളേജ് അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചതോടെ അറസ്റ്റ് നടപടികളിൽ നിന്നും കോടതി പോലീസിനെ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2ാം തീയതിയാണ് കോളേജിൽ ഭിന്നശേഷിക്കാരനായ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ബന്ദിയാക്കി ഇവർ മർദ്ദിച്ചത്. എന്നാൽ ഇയാളെ രക്ഷിക്കാനെത്തിയ കൂട്ടുകാരനായ അഫ്സലിനെയും SFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് പരാതിയുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ വലിയ തോതിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരള സർവകലാശാല ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും ശക്തമായ പ്രതിഷേധവുമായി SFI മുന്നിട്ടിറങ്ങിയത്. സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പോലീസുമായിട്ടുള്ള സംഘർഷത്തിലാണ് കലാശിച്ചത്. മുൻകൂട്ടി പറഞ്ഞതനുസരിച്ചല്ലായിരുന്നു സമര പരിപാടികൾ. സെനറ്റ് ഹാളിന്റെ വാതിൽ തന്നെ ചവിട്ടി പൊളിക്കാനായി SFIക്കാർ ശ്രമിച്ചു. ഹാളിനകത്ത് കുടുങ്ങിപ്പോയ ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്ന 2 കതകിന് മുന്നിലും SFI പ്രവർത്തകർ ഇരുന്ന് സമരം ചെയ്തുകൊണ്ടിരുന്നു. വലിയ തോതിൽ പ്രതിഷേധം ആളിക്കത്തിച്ചു. പ്രവർത്തകരെ കതകിന് പുറത്തു നിന്നും നീക്കിയാൽ മാത്രമേ ഗവർണർക്ക് പുറത്തിറങ്ങാൻ കഴിയൂ എന്നുള്ള ഒരു സുരക്ഷാ പ്രശ്നം പോലും അവിടെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.